മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണിയിലേക്ക് എത്തുകയാണ് റംബൂട്ടാൻ. റംബൂട്ടാൻ പഴങ്ങൾ ഉണക്കി സൂക്ഷിക്കുന്നത് വഴി കാലങ്ങളോളം ഇവ ഉപയോഗിക്കാനാകും. തൊടുപുഴ കാർഡ്സാണ് രുചിയും പോഷകങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ ഇവയെ വിപണിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതോടെ വിലയിടിവ് നേരിടുന്ന റംബൂട്ടാൻ വിപണിക്ക് പുതിയ പ്രതീക്ഷയാണ് കൈവന്നിരിക്കുന്നത്. പൈനാപ്പിളിനെയും വാനിലയെയും പോലെ ഇനി കരകയറാൻ സാധ്യതയില്ലെന്ന് കരുതിയ റംബൂട്ടാന് ഏറെ പ്രതീക്ഷ നൽകുന്ന ചില വിശേഷങ്ങളാണ് തൊടുപുഴയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വിലയിടിവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന റംബൂട്ടാൻ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി വിപണി കണ്ടെത്തുക എന്ന ദൗത്യം ഏറ്റെടുത്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് കേരള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തൊടുപുഴ. റംബൂട്ടാൻ ഉണക്കി പാക്കറ്റുകളിലാക്കി സൂക്ഷിക്കാവുന്ന വിധം പുതിയ ഉൽപ്പന്നത്തെ വിപണിയിലെത്തിച്ചിരിക്കുകയാണ് തൊടുപുഴ കാർഡ്സ്. വളരെ ലളിതമാണ് ഇതിലേക്കെത്തുന്ന സാങ്കേതിക വഴികൾ. കർഷകരിൽ നിന്നും നേരിട്ട് കഴുകി വൃത്തിയാക്കിയ പഴങ്ങൾ ശേഖരിക്കുന്നു. തുടർന്ന് പഴത്തിന്റെ തോട് ശ്രദ്ധാപൂർവം നീക്കം ചെയ്യുന്നു. ദശയ്ക്ക് കേടുപറ്റാത്ത വിധത്തിൽ വേർതിരിക്കുന്നു. ശേഷം പ്രത്യേകം ട്രേകളിൽ ശേഖരിച്ച് ഡ്രയറുകളിലേക്ക് എത്തിക്കുന്നു. ഇവ സാധാരണ ഡ്രയർ അല്ല, ഈർപ്പം നീക്കം ചെയ്യുന്ന സാങ്കേതികവിദ്യ ആധാരമാക്കി പ്രവർത്തിക്കുന്നവയാണ്. 56 ഡിഗ്രി സെൽഷ്യസിലാണ് പഴങ്ങൾ ഉണക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പുറത്തേക്കെടുക്കുന്ന പഴങ്ങൾ ഉടൻ പാക്ക് ചെയ്യുന്നു. ഇതോടെ റംബൂട്ടാൻ ഡ്രൈ ഫ്രൂട്ട് തയ്യാർ. കുരു ഉൾപ്പെടെ ഭക്ഷിക്കാം. സുരക്ഷിതമാണ്, രുചികരവുമാണ്. ഇതേക്കുറിച്ച് കാർഡ്സ് പ്രതിനിധി ആന്റണി കണ്ടിരിക്കൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ ഒരു വലിയ കാർഷിക പശ്ചാത്തലം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളാണ്. റബ്ബർ വന്നു കഴിഞ്ഞപ്പോൾ റബ്ബറിനെ ആളുകൾ പുണർന്നു. വാനില വന്നു കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ വാനില കൃഷി നടത്തി. പക്ഷേ ഈ കൃഷികളെല്ലാം ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ കൃഷിയുടെ വാല്യൂ അഡീഷനെ കുറിച്ചോ അതിൻ്റെ വിപണന സാധ്യതകളെക്കുറിച്ചോ ഒരു ചർച്ചയോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് മുന്നോട്ടുള്ള പ്രയാണമോ സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്തുനിന്നില്ല, ഗവൺമെൻറ് ഭാഗത്തുനിന്നില്ല, കർഷകരുടെ ഭാഗത്തുനിന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ റംബൂട്ടാൻ കൃഷിയിൽ വന്നിരിക്കുന്നത്. റംബൂട്ടാൻ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള പരിശീലനമൊക്കെ നടന്നു. പക്ഷേ റംബൂട്ടാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? അപ്പോൾ അന്നത്തെ നിലയിൽ 300 രൂപ 400 രൂപയൊക്കെ വില ആണ് ആളുകളെ ആകർഷിച്ചത്. പക്ഷേ വിപുലമായ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇത്തരത്തിൽ ഉള്ളൊരു മാർക്കറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയില്ല, ഒന്ന് വിലയിടിഞ്ഞു. അപ്പോൾ ഇത്തവണ വലിയൊരു പ്രചരണം വന്ന് റംബൂട്ടാൻ എടുക്കാൻ ആളില്ല. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്തുകൊണ്ട് ഈ റംബൂട്ടാൻ ഒരു വാല്യൂ അഡീഷൻ വരുത്തിക്കൂടാ? അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഒരു ഡീഹൈഡ്രേറ്റഡ് ഡ്രയറുണ്ട്, നല്ല ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ഫ്രൂട്ടായിട്ട് മാറ്റിയാൽ എങ്ങനെ ഇരിക്കും? കാരണം കേരളത്തിലെ എല്ലാ പട്ടണങ്ങളും നിരവധി ഡ്രൈ ഫ്രൂട്ട് ഷോപ്പുകളുണ്ട്. അവിടെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, പിസ്ത, അതുപോലെ തന്നെ ബദാം, കശുവണ്ടി പരിപ്പ് തുടങ്ങി ധാരാളം ഇനങ്ങളുണ്ട്. ഇതിനെല്ലാമുള്ള വില കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. 2000 രൂപ മുതൽ മുകളിലേക്കാണ്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുണകരമായ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ തന്നെ ഉൽപ്പന്നമായതുകൊണ്ട് അത് വളരെ ഹൈജീനിക്കാണ്, പോഷക സമർത്ഥമാണ്. ഏതൊരു കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കർഷകർക്ക് വലിയ ആത്മവിശ്വാസമായി. ഞങ്ങൾ റംബൂട്ടാൻ ഇങ്ങനെ ഇത്തരത്തിൽ ഡ്രൈ ഫ്രൂട്ടാക്കി മാറ്റുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് മീഡിയ വഴി വന്നപ്പോൾ തന്നെ വിപണിയിൽ വില ഉയർന്നു. 120 എന്നുള്ളത് 150 ഉയർന്നു. അപ്പോൾ അത് തൊടുപുഴയിൽ മാത്രമായി സംഭവിച്ചൊരു കാര്യമാണ്. കേരളത്തിലുടനീളം ഇത്തരത്തിൽ പുതിയ ചെറുപ്പക്കാർ ഈ മേഖലയിൽ താല്പര്യമുള്ളവർ കടന്നു വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ ഒരു സാധ്യത ഈ മേഖലയിലുണ്ട്. നന്നായി പഴുത്ത റംബൂട്ടാൻ കിലോയ്ക്ക് 120 രൂപയ്ക്കാണ് കർഷകരിൽ നിന്നും ശേഖരിക്കുന്നത്. 1 കിലോ റംബൂട്ടാൻ ഡ്രൈ ഫ്രൂട്ടിന് 2000 രൂപയാണ് വില. മെച്ചപ്പെട്ട വിപണി ഇപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെന്നും ഇവയ്ക്കൊപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള സൂക്ഷിപ്പ് കാലാവധി കുറഞ്ഞ പഴങ്ങൾ ഉണക്കി സൂക്ഷിക്കുക വഴി വിപണിയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും കാർഡ്സ് പ്രതിനിധികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.